നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ വിഷുക്കാലത്ത് ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായി നമ്മൾ കാണുന്നത് നമ്മുടെ പ്രിയങ്കരനായ സ്റ്റാർ മാജിക് കലാകാരനും പ്രതിഭാധനനുമായ കൊല്ലം സുധിയുടെ വിയോഗമാണ്. വടകരയിൽ നടന്ന നമ്മുടെ 24 കണക്റ്റിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങി വരുമ്പോഴാണ് കയ്പമംഗലത്ത് നടന്ന കാർ അപകടത്തിൽ കൊല്ലം സുധി എന്നേക്കുമായി നമ്മോട് യാത്ര പറഞ്ഞു പോയത്. ഇന്നലെ അന്ന് നമ്മൾ ഫ്ലവേഴ്സും ഒക്കെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെ അനാഥമാക്കില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നമ്മൾ അനാഥമാക്കില്ല എന്നായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീടിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്കൊപ്പം നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണനും പ്രവിത ലക്ഷ്മിയും അതുപോലെ പ്രജിൻസി കണ്ണനും വീണ്ടും ചേരുന്നു. നിങ്ങൾക്ക് വീണ്ടും വിഷു ആശംസകൾ. നമ്മുടെ സുധിയുടെ കാര്യം ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ സുധിയുടെ വീട് ഗോപികൃഷ്ണൻ ഒരുങ്ങുകയാണ് അവിടെ ചങ്ങനാശ്ശേരിയിൽ. അതെ SKN, അതെ. അകാലത്തിൽ നമ്മൾ പിരിഞ്ഞു പോയ ആ സുധിക്ക് വേണ്ടി ഫ്ലവേഴ്സും 24 കണക്റ്റും ഒരുമിച്ച് സംയുക്തമായി അവരുടെ നേതൃത്വത്തിലാണ് സുധിക്ക് വേണ്ടിയുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള വീട് ഒരുങ്ങുന്നത്. അതിൻ്റെ പണികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആ വീട് നിർമ്മാണം പൂർത്തിയാകും. നമുക്കറിയാം, ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് റവറൻഡ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ സൗജന്യമായി നൽകിയ 7 സെന്റ് ഭൂമിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോകാം. ചങ്ങനാശ്ശേരിക്കടുത്ത തെങ്ങണ മാടപ്പള്ളിയിൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കൊല്ലം സുധിയുടെ സ്വപ്നഭവനത്തിന് തറക്കല്ലിട്ടത്. ബിഷപ്പ് റൈറ്റ് റവറൻഡ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം. ഫേസ്ബുക്ക് കൂട്ടായ്മയായ കേരള ഹോം ഡിസൈൻസ് KHDEC ആണ് സ്നേഹഭവനം ഒരുക്കുന്നത്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി വീട് സുധിയുടെ കുടുംബത്തിന് കൈമാറാനാണ് ശ്രമം. നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഫിറോസ് KHDEC പറഞ്ഞു. സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവരെയും അണിനിരത്തിയുള്ള 24 കണക്റ്റിന്റെ ആദ്യ സംരംഭങ്ങളിൽ ഒന്നാണ് സുധിയുടെ വീട്. 24 കണക്റ്റിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ തുടർന്നും കൈകോർത്ത് പ്രവർത്തിക്കുമെന്ന് ബിഷപ്പ് റൈറ്റ് റവറൻഡ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലും അറിയിച്ചു. 24 കൊല്ലം. ഫ്ലവേഴ്സ് ഇന്ത്യൻ 24 വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ തീർച്ചയായിട്ടും ഇന്നലെ അവിടെ ഒരു സന്ദർശനം നടത്തിയിരുന്നു. അതിവേഗം ഈ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ ഇന്നലെ രാത്രി വൈകി എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ വീട് വളരെ പെട്ടെന്ന് തന്നെ കൈമാറാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതോടെ കൊല്ലം സുധിയുടെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നു എന്ന സന്തോഷകരമായ വാർത്ത ഈ വിഷു ദിവസം പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്.